ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 51 സങ്കീർത്തനം 3 വാക്യം. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. ഇന്നത്തെ വചനം ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നിലവിളിയാണ്. തൻ്റെ ജീവിതത്തിലെ പാപം മറച്ചുവെക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്ന് പറയുന്നു, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. ഇന്ന് 3 ചിന്തകൾ ഈ ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, പാപം തിരിച്ചറിയുന്നത് ആത്മീയ ഉണർവിൻ്റെ ആദ്യ പടിയാണ്. നാം പലപ്പോഴും സ്വന്തം തെറ്റുകൾ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. ഇത് വലിയ കാര്യമല്ല, എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നിങ്ങനെ നാം സ്വയം ന്യായീകരിക്കാം. എന്നാൽ മാനസാന്തരം ആരംഭിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്ന നിമിഷത്തിലാണ്. ഇവിടെ ദാവീദ് താൻ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നു. 2, പാപം നമ്മുടെ മനസ്സാക്ഷിയെ അസ്വസ്ഥമാക്കും. ദാവീദ് ഇന്നത്തെ വാക്യത്തിൽ പറയുന്നത് എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നാണ്. പാപം മറച്ചു വയ്ക്കാം, ആളുകളിൽ നിന്ന് ഒളിപ്പിക്കാം, എന്നാൽ മനസ്സാക്ഷിയിൽ നിന്ന് മറയ്ക്കുവാൻ കഴിയുകയില്ല. രാത്രിയിൽ ഉറങ്ങുമ്പോഴും ഏകാന്തതയിലിരിക്കുമ്പോഴും അത് നമ്മെ കുത്തി നോവിക്കും. ദൈവം ഇത് അനുവദിക്കുന്നത് ശിക്ഷിക്കാനല്ല, മറിച്ച് നമ്മെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. 3, ദൈവം തകർന്ന ഹൃദയത്തെ നിരസിക്കുകയില്ല. പാപം എത്ര വലുതായാലും ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ വലുതാണ്. നമ്മുടെ കണ്ണുനീർ, ആത്മാർത്ഥമായ മാനസാന്തരം, തകർന്ന ഹൃദയം, ഇവ ദൈവം കാണുന്നുണ്ട്. പ്രിയരെ, പാപബോധം അവസാനമല്ല, അത് കൃപയിലേക്കുള്ള വാതിലാണ്. നമ്മുടെ ജീവിതത്തിൽ മറച്ചുവെച്ച പാപങ്ങളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ തൻ്റെ കുറവുകളെ അനുതാപപൂർവം ഏറ്റു പറയുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് അതിനുള്ള അവസരമാണ്. ദാവീദിനെ പോലെ നമ്മുടെ കുറവുകളുമായി ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് എൻ്റെ പാപത്തെ കാണിച്ചു തരണമേ, സത്യമായ മാനസാന്തരം എന്നിൽ തരണമേ എന്ന അനുതാപത്തോടെ നമുക്ക് ദൈവമുമ്പാകെ പറയാം, പ്രാർത്ഥിക്കാം. കർത്താവേ, യഥാർത്ഥ മാനസാന്തരം എന്നിൽ നൽകി ശുദ്ധമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.